ആഗോളതലത്തിൽ ഉയർന്നുവന്ന പാരിസ്ഥിതിക പ്രതിസന്ധികളുടെയും ഭക്ഷ്യസുരക്ഷാ ഭീഷണികളുടെയും പശ്ചാത്തലത്തിലായിരുന്നു 2008 VS അച്യുതാനന്ദൻ സർക്കാർ ജൈവകൃഷി നയത്തെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കുന്നത്. 2010 ജൈവകൃഷി നയത്തിന് രൂപം നൽകിയെങ്കിലും തുടർന്ന് വന്ന 2 സർക്കാരുകളുടെ കാലത്തും അത് നടപ്പിലാക്കാൻ ഒരു മിഷൻ രൂപീകൃതമായില്ല. 13 വർഷങ്ങൾക്ക് ശേഷം ജൈവകൃഷി മിഷൻ കേരള സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൈവകൃഷി നയം യാഥാർത്ഥ്യമാക്കുന്നതിനായി കേരളം ഒരുങ്ങുന്ന സാഹചര്യത്തിൽ എന്താണ് ഈ രംഗത്ത് നമ്മൾ നേരിടുന്ന വെല്ലുവിളികളും സാധ്യതകളും എന്ന അന്വേഷണം പ്രസക്തമാണ്. ഒപ്പം എന്തുകൊണ്ട് മിഷൻ പ്രഖ്യാപിക്കാൻ ഇത്രയും കാലതാമസം എടുത്തു എന്ന ചോദ്യവും നിർണായകമാകുന്നു. സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന ഓർഗാനിക് ഫാമിംഗ് പോളിസിയെ അങ്ങേയറ്റം പ്രതീക്ഷയോടെയാണ് ഞങ്ങളെപ്പോലെയുള്ള കർഷകർ കാണുന്നത്. അതിൽ കൂടുതലായിട്ട് എനിക്കൊരു ജിജ്ഞാസയാണ് ഈ ഓർഗാനിക് ഫാമിംഗ് പോളിസി എങ്ങനെയാണ് സർക്കാർ നടപ്പിലാക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചും. കേരള സംസ്ഥാന സർക്കാർ ഒരു ജൈവ കാർഷിക മിഷന് തുടക്കം കുറിച്ചു എന്നുള്ള വാർത്ത വളരെയധികം സന്തോഷത്തോടുകൂടെ കേട്ടൊരു കർഷകനാണ് ഞാൻ. എനിക്ക് തോന്നുന്നു ഇനി ഒരു നിമിഷം പോലും നമുക്ക് അതിനായിട്ട് ജൈവ കൃഷി നയം നടപ്പിൽ വരുത്തുവാനായിട്ട് ഒരു മിഷൻ മോഡിലുള്ള പ്രവർത്തനത്തിന് ഒരു നിമിഷം പോലും ഇനി നമുക്ക് താമസിക്കാനില്ലായിരുന്നു. ഈ ജൈവകാർഷിക മിഷൻ്റെ ഒരു പ്രത്യേകതയായി കണ്ടത് അത് കാലാവസ്ഥാ വ്യതിയാനവുമായിട്ടും അതിനെ അതിജീവിക്കാനുള്ള കാർഷിക പ്രവർത്തനമായിട്ടും കൂട്ടിച്ചേർത്തതിനെ കണ്ടു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു തുടക്കം നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്നത് ഇപ്പോൾ ശിവപ്രസാദ് മാഷിൻ്റെ പേരും മസനബ ഫുക്കോവയുടെ ബുക്കിൻ്റെ ട്രാൻസ്ലേഷൻ ഉണ്ടാവുന്നതും അതേപോലെ ദയാലണ്ണൻ ഇതെടുത്തിട്ട് ആക്ച്വലി ഗ്രൗണ്ടിൽ അത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള പ്രദേശം ആലപ്പുഴയിൽ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതും അതേപോലെ അങ്ങനെ ഒരു ഹോൾ ഹിസ്റ്ററി ഉണ്ട്. പിന്നെ നമുക്ക് ഈ വൺ എർത്ത് വൺ ലൈഫിൻ്റെ ഒരു ഇനിഷ്യേറ്റീവും കർഷക സമിതി ഉണ്ടാവുന്നതും പിന്നെ ഇത് യഥാർത്ഥത്തിൽ ജൈവകർഷക സമിതിയിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള വ്യക്തികളുടെ ഒരു പേഴ്സണൽ എഫേർട്സ് ഒരുപാട് ഇതിനകത്ത് കേരളത്തിന് ജൈവകൃഷി എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സംഘടനകൾ ഒരുപാടുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തണലിനെ പോലത്തെ സംഘടനകളൊക്കെ തന്നെ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് ഒരുപാട് ശ്രമിച്ചിട്ടുണ്ട്. ബയോഡൈവേഴ്സിറ്റി ബോർഡിൽ ആദ്യം ഞങ്ങൾ ഇത് ഓർഗാനിക് ഫാമിംഗ് പോളിസി വരുന്നതിന് മുമ്പ് സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി സ്ട്രാറ്റജി ആൻഡ് ആക്ഷൻ പ്ലാൻ എന്നും പറഞ്ഞ് ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാക്കി. അപ്പോൾ അതന്ന് ഗവൺമെൻറ് അംഗീകരിച്ചു. അപ്പോൾ അതിനകത്ത് ഉണ്ടായിരുന്ന ഒരു പ്രധാന സംഗതി ഓർഗാനിക് ഫാമിംഗ് ആണ്. അപ്പോൾ അന്ന് തുടങ്ങി ഞങ്ങൾ പ്ലാൻ ചെയ്ത് ഓർഗാനിക് ആക്കി കൊണ്ടുവരുന്ന സ്റ്റേറ്റിൻ്റെ എന്നുള്ളതാണ്. അപ്പോൾ ഓർഗാനിക് ഫാമിംഗ് വന്നു കഴിഞ്ഞപ്പോൾ അത് ഓർഗാനിക് ഫാമിങ്ങിന് പോളിസി ഇല്ല. അപ്പോൾ ആദ്യം ചെയ്തത് ഓർഗാനിക് ഫാമിംഗ് പോളിസി സ്ട്രാറ്റജി പോളിസി ആൻഡ് ആക്ഷൻ പ്ലാൻ എന്നും പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പിന്നെ തണലിലെ ഉഷ ശ്രീധർ ഞങ്ങൾ 3 പേരുമാണ് ലീഡർഷിപ്പ് എടുത്തത് അന്ന് ചെയ്തത്. എന്നിട്ട് അത് US-നെ കാണിച്ചു മുഖ്യമന്ത്രിയെ. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു ഇത് ചർച്ച ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിനെയും വിളിച്ചു, യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറെ വിളിച്ചു, അവരൊക്കെ ഉണ്ടായിരുന്നു അതിനകത്ത്. അങ്ങനെ ഗവൺമെൻറ് സ്പോൺസേഡ് ആയിട്ട് തന്നെ അങ്ങനെ മീറ്റിംഗ്സ് ഉണ്ടാവുകയും 2010 ഒടുവിൽ ഈ നയം ഉണ്ടാവുകയും അത് പാസ്സാക്കുകയും ചെയ്തു. അത് വെറും നയം മാത്രമല്ല, ആക്ച്വലി അതിനെ ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക് ഫാമിംഗ് പോളിസി സ്ട്രാറ്റജി ആൻഡ് ആക്ഷൻ പ്ലാനാണ് ഉണ്ടായത്. അപ്പോൾ ആ ആക്ഷൻ പ്ലാനിൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിന് ഒരു ഏജൻസി വേണം എന്നുള്ള ഒരു കോൺസെപ്റ്റിലാണ് ഇത് ജൈവ
കൃഷിക്ക് വേണ്ടിയുള്ളൊരു മിഷൻ, ഒരു ഓർഗാനിക് ഫാമിംഗ് മിഷൻ ഉണ്ടാവണമെന്ന് അതിനകത്ത് എഴുതി വെച്ചിട്ടുള്ളത്. അന്ന് വിജയാനന്ദ് എന്ന് പറഞ്ഞിട്ടൊരു സെക്രട്ടറി ഉണ്ടായിരുന്നു. പുള്ളി ഭയങ്കര ആക്റ്റീവാണ് ഈ കാര്യത്തിൽ. അപ്പോൾ പുള്ളിയാണ് മെയിനായിട്ടുള്ള ഒരു മീഡിയേറ്റർമാർ ഇരുന്ന് സംസാരിച്ചിരുന്നത്. ഞാൻ 5 വർഷം കൊണ്ട് കേരളം വിഷവിമുക്തമാക്കണം, ഓർഗാനിക്കാക്കി മാറ്റണം എന്നുള്ള രീതിയിലാണ്. വിജയാനന്ദ് പറഞ്ഞു, സാറേ നമുക്കത് 10 വർഷം എന്നാക്കാം, 5 വർഷം എന്നാൽ കുറച്ചും കൂടെ പ്രാക്ടിക്കൽ ആണെന്ന് പറഞ്ഞു. അപ്പോൾ മുഖ്യമന്ത്രി എന്നോട് ചോദിച്ചു, എന്താ അതിന് വല്ല പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല സാറേ, അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാവുന്നതാണ്. അങ്ങനെ 10 വർഷം കൊണ്ട് ഓർഗാനിക് ആക്കാമെന്ന് തീരുമാനിച്ചു ആണ് ഉണ്ടായത്. അപ്പോൾ അതിൽ നമ്മൾ പറഞ്ഞിരുന്നത് ഒരു മിഷൻ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഫൈനാൻസ് മിനിസ്റ്ററുടെ അപ്രൂവൽ വേണം. ഫൈനാൻസ് മിനിസ്റ്റർ എന്തുകൊണ്ടോ അത് ഡിലേ ചെയ്യിച്ചു. ഡിലേ ചെയ്തപ്പോൾ കൃഷിമന്ത്രിയാണ് മുല്ലക്കര കയറി പോയി കണ്ട് സംസാരിച്ചു. അപ്പോൾ ആണ് പുള്ളി പറ്റില്ല എന്നുള്ളതല്ല, പക്ഷെ പറഞ്ഞത് ഏതാണ്ട് ആ രൂപത്തിൽ തന്നെയാണ്. ഓർഗാനിക് ഫാമിംഗ് പോളിസി ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളെല്ലാവരും ഈ ഒരുപാട് മേഖലകളിലുള്ള കർഷകരെ പോയി കണ്ട് അവരുമായിട്ട് സംവദിച്ചുകൊണ്ട് തന്നെയാണ് ഓർഗാനിക് ഫാമിംഗ് പോളിസി ഉണ്ടാക്കിയത്. അപ്പം ആ ഒരു ഓർഗാനിക് ഫാമിംഗ് പോളിസി തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്യണം, അത് അതേപോലെ നടപ്പിലാക്കണം. അപ്പോൾ മാത്രമാണ് ഓർഗാനിക് മിഷൻ എന്നത് സക്സസ് ആവുന്നത്. മണ്ണിനെയും മനുഷ്യനെയുമെല്ലാം ഗൗരവതരമായി കണ്ടുകൊണ്ടാണ് നമ്മുടെ പാരിസ്ഥിതിക സന്തുലിതാവസ്ഥയ്ക്ക് പരിക്കുകൾ ഏൽക്കാത്ത തരത്തിൽ മനുഷ്യരുടെ ആരോഗ്യത്തിന് പ്രഥമ പരിഗണന നൽകി ജൈവ കാർഷിക നയം പ്രഖ്യാപിച്ചത്. ആ ജൈവ കാർഷിക നയത്തിൻ്റെ തുടർച്ചയായി ഒരു മിഷൻ രൂപത്തിൽ ഈ പ്രവർത്തനം യാഥാർത്ഥ്യമാക്കി തീർക്കേണ്ടതുണ്ട് എന്നുള്ള ഒരു നിലപാടിൽ നിന്നുകൊണ്ടാണ് ഈ ഗവൺമെൻറ് ജൈവ കാർഷിക മിഷന് രൂപം നൽകിയിരിക്കുന്നത്. മിഷൻ രൂപീകരിച്ച സ്ഥിതിക്ക് ഇനി മിഷൻ്റെ പ്രവർത്തനം എങ്ങനെ ഫലപ്രദമായി നടക്കുമെന്നുള്ളതാണ് ഞങ്ങളെല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അത് വെറും നയം പോലെ തന്നെ പേപ്പറിൽ ഒതുങ്ങുമോ എന്നുള്ള ഭയവും നമുക്ക് ഉള്ളിലുണ്ട്. ഇതുപോലെ പല മിഷനുകൾ കേന്ദ്രത്തിലും സംസ്ഥാനത്തിലുമൊക്കെ പല സംസ്ഥാനങ്ങളിലും ഇതിനു മുമ്പ് വരികയും അവ എന്നാൽ ഫലം കാണാതെ പോകുന്ന ഒരു അവസ്ഥ വരികയും ഉണ്ടായിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നുന്നൊരു പ്രധാന പങ്ക് വഹിക്കുന്നത് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ താല്പര്യവും കർഷകരുടെ താല്പര്യവും ഉപഭോക്താക്കളുടെ താല്പര്യവും എല്ലാം ജൈവകൃഷിയിൽ ഉണ്ടായിരിക്കുമ്പോഴും ഇതിനിടയിൽ പ്രവർത്തിക്കുന്ന നയത്തിനെ നമ്മുടെ ഗ്രൗണ്ടിലേക്ക് എത്തിക്കുന്ന, പ്രവൃത്തിയിലേക്ക് എത്തിക്കുന്ന ഒരു വിഭാഗം, അത് ഉദ്യോഗസ്ഥരായിക്കോട്ടെ, ടെക്നോക്രാറ്റ്സ് ആയിക്കോട്ടെ, കാർഷിക യൂണിവേഴ്സിറ്റി ആയിക്കോട്ടെ, അവിടെയൊക്കെ എന്തൊക്കെയോ ഈ ഒരു നയത്തിനോടും ജൈവകൃഷിയോട് തന്നെ ഒരു താല്പര്യക്കുറവ് കാണുന്നുണ്ട്. അതുതന്നെയാണ് നമ്മുടെ ജൈവകൃഷി നയത്തിൻ്റെയും അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള സർക്കാർ പ്രവർത്തനങ്ങളിലെയും മെല്ലപ്പോക്കിലേക്ക് കൊണ്ടുപോയെന്നാണ് ഞങ്ങളെല്ലാം കാണുകയും വിശ്വസിക്കുകയും ചെയ്യുന്നത്. ഇതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗസ്ഥർ വേണം. ഇപ്പോൾ നമുക്കറിയാലോ, ഇപ്പോൾ KHTP എന്ന് പറഞ്ഞ പ്രോഗ്രാം നേരത്തെ നടക്കുന്ന സമയത്ത് അതിന് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള കുറേ ഓഫീസേഴ്സ് ഉള്ളതുകൊണ്ടാണ് ഹോർട്ടിക്കൾച്ചർ ഡെവലപ്മെൻറ്റ് ഇവിടെ നടന്നത് അത്തരത്തിൽ. അതുപോലെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഓഫീസേഴ്സ്, അപ്പോൾ അവർക്ക് വേണ്ട പരിശീലനങ്ങൾ, അതിൽ കുറേ ആളുകൾ 100-100ഓളം ഉദ്യോഗസ്ഥർ ട്രെയിൻഡ് ആയിട്ടുള്ളവർ തന്നെയുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്ക് ഇതിൻ്റെ മാത്രം ചാർജ് കൊടുത്തുകൊണ്ട് അവർക്കൊരു ഉത്തരവാദിത്തം കൊടുത്തുകൊണ്ട് വരികയാണെങ്കിൽ വാസ്തവത്തിലും അത് കുറേ കൂടെ അതിൻ്റെ ഇമ്പാക്റ്റ്, നമുക്കൊരു ഇമ്പാക്റ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ പറ്റും. 2015 ശേഷം നമ്മൾ കാണുന്നത് ജൈവ കൃഷിക്കെതിരെ വളരെ സംഘടിതമായിട്ടുള്ള ഒരു വലിയ ആക്രമണമാണ്. അത് പിന്തിരിപ്പനാണ്, അത് അശാസ്ത്രീയമാണ്, അത് പട്ടിണി തിരിച്ചു കൊണ്ടുവരുന്നതാണ്. ഈ തരത്തിലുള്ള വലിയ ആക്രമണമാണ്. അതിന് നേതൃത്വം നൽകുന്നതാകട്ടെ, നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിലെ ഈ കൃഷി വകുപ്പുകളുടെ തലപ്പത്തൊക്കെയുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദമാണ്.
ഓർഗാനിക്കായിട്ട് കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഇപ്പം ഞാൻ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം കളകളുടെ നിയന്ത്രണ മാർഗം പറ്റാത്തതാണ്. ഇപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടും ഓർഗാനിക് രീതിയിലാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തൊഴിലുറപ്പിൽ നിന്ന് കുറച്ച് പേരെ നമുക്ക് ഈ കള പറിക്കാൻ കള നിയന്ത്രണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വിട്ടു തരികയാണെങ്കിൽ നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു പ്രൊഡക്റ്റീവായിട്ടുള്ളൊരു രീതിയിലേക്ക് ആ മാൻ പവർ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സീഡ്സിൻ്റെ കാര്യത്തിൽ നമുക്ക് ക്വാളിറ്റി എഷ്യൂർ ചെയ്യാൻ പറ്റുന്നില്ല. നാടൻ വിത്തുകളുടെ കറക്റ്റ് ക്വാളിറ്റിയുള്ള സംഭവം നമുക്ക് കിട്ടുന്നില്ല, ഹൈബ്രിഡാണ് കിട്ടുന്നത്. ഈ ഹൈബ്രിഡ് തന്നെ ഇപ്പോൾ നമ്മൾ കൂടുതലും പുറമേന്ന്, അതായത് ഇൻ്റർനാഷണൽ ലെവലിലുള്ള ആ കമ്പനികളുടെ സീഡ്സാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിന് ബദൽ സംവിധാനം നമ്മളുടെ യൂണിവേഴ്സിറ്റി തലത്തിൽ നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള വിത്തുകൾ നമുക്ക് അഫോർഡബിൾ ആകുന്ന വിലയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു സംവിധാനം ഉണ്ടാകണം. അത് ആ ഒരു വിഷയം വളരെ ഗൗരവമായിട്ടുള്ളതാണ്. കാരണം നമുക്ക് ലക്ഷങ്ങളുടെ കോസ്റ്റാണ് നമുക്ക് ഏരിയ. ഒരു ഏക്കറയ്ക്ക് മിനിമം നമ്മൾ വിത്ത് വേകുമ്പോൾ 10,000 കണക്കിൻ്റെ വിത്ത് 10,000 രൂപയ്ക്ക് മുകളിലുള്ള വിത്തുകൾ നമുക്ക് ആവശ്യം വരുന്നുണ്ട്. ഇപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ടെക്നോളജി എന്ന് പറയുന്നത് അത്രയും വളർന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ബയോ കൺട്രോൾ ചെയ്യാനുള്ള ഒരു രീതിയിലേക്കുള്ള ബയോ പ്രൊഡക്ട്സുകളുടെ അവൈലബിലിറ്റി നമ്മളുടെ യൂണിവേഴ്സിറ്റി ബേസുകളിൽ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് എത്തണം. ഇപ്പോൾ നമ്മളെ യൂണിവേഴ്സിറ്റികൾ ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ചില ബാക്ടീരിയാസൊക്കെ നമ്മൾ പൂസയിൽ നിന്നൊക്കെയാണ് പർച്ചേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ബയോ കൺട്രോൾസ് നമ്മൾ കൂടുതലും ഇപ്പോൾ നമ്മളുടെ ഭാരതത്തിന് പുറത്തു നിന്നുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ വരുന്ന ഇൻ്റർനാഷണൽ കമ്പനികളുടെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യേണ്ട സാഹചര്യങ്ങൾ വരുന്നത്. അതില്ലാതെ നമ്മളുടെ തന്നെ തദ്ദേശീയമായിട്ടുള്ള ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദനം ഉണ്ടാകണം. പ്രാദേശികമായിട്ട് വളക്കൂട്ടൽ നിർമ്മാണങ്ങളും അങ്ങനത്തെ യൂണിറ്റുകൾ ഉണ്ടായാൽ തന്നെ അവിടെയുള്ള ജനങ്ങളുടെ അറ്റ്ലീസ്റ്റ് കുറച്ച് കുടുംബങ്ങളെങ്കിലും സ്വയം പര്യാപ്തത കാര്യങ്ങളിൽ നേടിയിട്ടുണ്ടാവുമായിരിക്കും. കാരണം ഇത് ഒരു സമ്പദ് വ്യവസ്ഥയിൽ തന്നെ മാറ്റിമറിക്കാനുള്ളൊരു സാധ്യതയും കൂടിയുണ്ട്. കാരണം പ്രാദേശികമായിട്ട് നമ്മൾ എന്തെങ്കിലും ഉൽപ്പാദിപ്പിക്കുമ്പോൾ തന്നെ അത് അവിടെ തന്നെ വിപണനം ചെയ്യുകയാണെങ്കിൽ തന്നെ ചെയ്യുന്ന ഒരു അവസ്ഥ വരുമ്പോൾ അവിടെ ജോലി സാധ്യതയും ഒരു ഇപ്പോഴത്തെ യുവാക്കൾക്കാണെങ്കിലും ഒരു ചെറിയൊരു ബിസിനസ് സാധ്യതയും ഉള്ളൊരു കാര്യമാണ്. ഇതൊരു മിഷൻ മോഡൽ സ്റ്റേറ്റ് ലെവലിൽ വരുമ്പോൾ മാത്രമേ ഇത്തരത്തിൽ പ്രത്യേകമായിട്ട് ഇതിനു വേണ്ടി ഫണ്ട് മാറ്റിവെക്കാനും എല്ലാ വർഷവും മാറ്റിവെക്കാനും നമുക്ക് കൃത്യമായിട്ട് ഏരിയ എക്സ്പാൻഷനിലേക്ക് കൊണ്ടുവരാനും പറ്റുള്ളൂ. അപ്പോൾ അത് മറ്റുള്ള പല പദ്ധതികൾ നടപ്പാക്കുന്ന ഓഫീസർമാർ തന്നെ ഇത് നടപ്പാക്കാൻ പോകുമ്പോൾ ഇതെല്ലാം കൂടി അവർക്ക് കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. കേരളത്തിൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമ്മൾ ഈ ജൈവ വൈവിധ്യത്തിൻ്റെ ഇത്രയും ജൈവ വൈവിധ്യത്തിൻ്റെയും ഈ കാടിൻ്റെയും അതേപോലെ ഒരു വശത്ത് ഇത്രയും പുഴകളുടെയും അതിൻ്റെയൊക്കെ ഫ്ലഡ് പ്ലെയിൻസിൻ്റെയും ഒക്കെ നടുക്ക് കിടന്ന് ജീവിക്കുന്ന മനുഷ്യർക്ക് ആരും പറഞ്ഞു തരണ്ട കൃഷി ഇങ്ങനെയാണെന്നുള്ളത്. പക്ഷേ നമ്മൾക്ക് നമ്മുടെ എക്സ്റ്റൻഷൻ മെക്കാനിസം പഠിപ്പിച്ച് നമ്മളുടെ നോളജ് സിസ്റ്റത്തിനെയാണ് തകർത്തിട്ടുള്ളത്. നമ്മളുടെ അറിവുകളെ തകർക്കാനാണ് നമുക്ക് എക്സ്റ്റൻഷൻ മെക്കാനിസത്തിന് ഇത്രയും കാലം. അത് എക്സ്റ്റൻഷൻ മെക്കാനിസത്തിൻ്റെ പ്രോബ്ലമല്ല, അവർ പകരുന്ന അറിവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ അവർ പകരുന്ന ടെക്നോളജി മെത്തഡോളജി എന്ന് പറയുന്നത് പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല. മാറ്റം വരേണ്ടത് ഒരു മനസ്ഥിതിക്കാണെന്നുള്ളതാണ് വാസ്തവം. ജൈവകൃഷി എന്താണെന്ന് മനസ്സിലാക്കാനും പ്രകൃതിക്ക് കൃഷിയിലെ പങ്ക് എന്താണെന്ന് മനസ്സിലാക്കാനും നമ്മുടെ കാർഷിക സർവകലാശാലയും നമ്മുടെ കൃഷി വകുപ്പും അതിലെ ഉദ്യോഗസ്ഥരും തയ്യാറായി കഴിഞ്ഞാൽ മാത്രമേ ജൈവകൃഷി നയം നമുക്ക് മുന്നോട്ടേക്ക് കൊണ്ടുപോകാനൊക്കത്തുള്ളൂ. നിർഭാഗ്യവശാൽ നമ്മളുടെ കൃഷി രീതിയിൽ എന്തുമാത്രം നമ്മൾ കെമിക്കൽ അടിക്കുമോ, എന്തുമാത്രം നമ്മൾ ഈ ആധുനികമായിട്ടുള്ള അല്ലെങ്കിൽ ഈ കൺവെൻഷണൽ ഫാമിങ്ങിലേക്ക് പോകുമോ അത്രയും ഈ മണ്ണിന് നമ്മൾ ഇൻഫെർട്ടൈലാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാവരും റെക്കഗ്നൈസ് ചെയ്ത കാര്യമാണ്. പക്ഷേ അതിന് പിന്നെ ഫെർട്ടിലിറ്റി കൊടുക്കാനായിട്ട് നമ്മൾ കെമിക്കൽസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിൽ അതിൻ്റെ ആവശ്യമില്ല എന്ന് ഞാൻ പറയുന്നത് അത് അത്ര മാത്രമാണ് നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇതിനകത്തുള്ളത്. അപ്പോൾ ആ പ്രൊഡക്ടിവിറ്റി ഓഫ് ഞാൻ പറഞ്ഞ ഈ ബയോമാസിൻ്റെ പ്രൊഡക്ടിവിറ്റി അല്ലെങ്കിൽ പ്രൊഡക്ഷനെ എങ്ങനെയാണ് നമ്മളുടെ ക്രോപ്പിൻ്റെ പ്രൊഡക്ഷനായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ്. കാരണം ഒരു വർഷത്തിൽ 3-4 തവണ ഇത് തന്നെ എടുത്ത് മൾച്ച് ചെയ്താൽ മതി തിരിച്ച്. സാധാരണ പാടങ്ങളിൽ രാസകൃഷി ചെയ്യുമ്പം കിട്ടുന്ന അതേ വിളവ് തന്നെ ജൈവ കൃഷി ചെയ്യുമ്പോഴും കിട്ടുന്നുണ്ട്. കാരണം 1500 കിലോ ഒരു ഏക്കറിൽ നിന്ന് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് നല്ലൊരു വിളവാണ്. അപ്പോൾ ഞങ്ങൾക്ക് ജൈവ കൃഷിയിൽ നിന്നും ഈ ഒരു വിളവ് നമുക്ക് കിട്ടുന്നുണ്ട് കൃത്യമായിട്ട് ചെയ്യുമ്പം. പക്ഷേ നമ്മുടെ ഉൽപ്പന്നങ്ങൾ നമുക്ക് അതേ മാർക്കറ്റ് വിലക്ക് നല്ല വിലക്ക് വിൽക്കുമ്പോഴാണ് നമുക്കത് ലാഭകരമായി മാറുന്നത്. നമുക്ക് എപ്പോഴും കാർഷിക മേഖലയിലുള്ള ഏത് സ്കീമുകൾ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ഉൽപ്പാദനമായിട്ട് ബന്ധപ്പെട്ട് ആണ് അതിൻ്റെ ഒരു ഫോക്കസ് വരുന്നത്. പക്ഷേ ഇതിൽ ഉൽപ്പാദനം മാത്രം നോക്കിയതുകൊണ്ടായില്ല. ഇതിനകത്ത് പല ഘടകങ്ങളുണ്ട്. കാരണം ഇന്ന് നിലനിൽക്കുന്ന കാർഷിക രീതിയിൽ നിന്ന് ജൈവകൃഷിയിലേക്ക് വരണമെങ്കിൽ അടിസ്ഥാനമായിട്ട് കുറേ മാറ്റങ്ങൾ. അതിലൊന്നുള്ളത് കർഷകർക്ക് ഉള്ളൊരു കപ്പാസിറ്റി ബിൽഡിംഗ് തന്നെയാണ്, അതിൽ കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ്. അതായത് ഇത്തരത്തിലുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ളത്. ഇപ്പോൾ കുറച്ച്
കുറച്ച് ആളുകൾ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ അത് കൃഷി വകുപ്പിൻ്റെ കീഴിൽ തന്നെ ചെയ്യുന്ന കർഷകരുണ്ട്, അല്ലാതെ മറ്റ് സംഘടനകളുടെ കീഴിൽ അല്ലെങ്കിൽ സ്വന്തമായി പഠിച്ച് ചെയ്യുന്ന ഒരുപാട് കർഷകർ കേരളത്തിലുണ്ട്. പക്ഷേ ഇതിനെ ഒരു സമഗ്രതയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എക്സ്പാൻഷൻ ഇപ്പോൾ തന്നെ 5000 ഹെക്ടറാണ് മിഷൻ വരുമ്പോൾ പറയുന്നത്. പക്ഷേ അത് വളരെ ശുഷ്കമാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് കേരളത്തിൽ മാത്രമുള്ളൊരു ഉയർത്തെഴുന്നേൽപ്പല്ല. ലോകം മൊത്തം 90കൾ മുതൽ തന്നെ ഒരു ജൈവ കൃഷിയിലേക്കുള്ള ഒരു മാറ്റം കാണാം. അപ്പോൾ അതിനെ നമുക്കൊരു 3-4 ലോക ചെറുത്തുനിൽപ്പ് എന്ന് നമുക്കതിനെ മനസ്സിലാക്കാൻ പറ്റണം. അതായത് ഈ മുകളിൽ നിന്ന് അടിച്ചേൽപ്പിക്കപ്പെടുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിൽ സംഭവിച്ച കൃഷിരീതികളും അതിൻ്റെ തിരിച്ചടികളും തിരിച്ചറിഞ്ഞുകൊണ്ട് അടിത്തട്ടിൽ നിന്ന് ജനങ്ങളുടെ മുൻകൈയിൽ അതിനെതിരെ ഉയർന്നു വരുന്ന ഒരറിവിൻ്റെയും പ്രയോഗത്തിൻ്റെയും പുതിയ കാർഷിക പ്രയോഗം എന്ന നിലയ്ക്ക് നമ്മളിതിനെ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊരു ഒരു ഒരു ഏതൊരു രാഷ്ട്രീയമുണ്ട്, ജൈവ കൃഷിക്കൊരു രാഷ്ട്രീയമുണ്ട്. അതൊരു ഒരു ഒരു അധിനിവേശത്തിനെതിരെയുള്ള, അതായത് പുതിയ അധിനിവേശം. നമ്മൾ മുമ്പ് കോളനി വാഴ്ചക്കാലത്തുണ്ടായിരുന്ന അധിനിവേശത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അറിവ് ഉപയോഗിച്ചുകൊണ്ടും സാങ്കേതിക വിദ്യ ഉപയോഗിച്ചുകൊണ്ടും ഒക്കെ നടത്തുന്ന പുതിയ അധിനിവേശമുണ്ട്. അതാണ് പുതിയ തരത്തിലുള്ള ഈ ആധിപത്യത്തിൻ്റെ പ്രത്യേകത. ഈ തരത്തിലുള്ള ആധിപത്യത്തിനെതിരെ 3-4 ലോക കാർഷിക സമൂഹങ്ങൾ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ബദൽ കാർഷിക രാഷ്ട്രീയമാണ് ഈ ജൈവകൃഷി പ്രസ്ഥാനം. ആ തരത്തിൽ അതിനെ നമ്മൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഇത് ശാസ്ത്രത്തോടുള്ള ടെക്നോളജിയോടുള്ള ഒരു എതിർപ്പായിട്ടും ഒരു പിന്മടക്കമായിട്ടും ഒക്കെ നമ്മൾ ഇതിനെ വ്യാഖ്യാനിക്കും. ഒരു പാരമ്പര്യവാദമായിട്ടും, ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ മതാത്മകതയായിട്ടും മതദേശീയതയായിട്ടും ഒക്കെ ഇതിനെ കൂട്ടിക്കുഴച്ചിട്ട് ഇതിനെ ഒരു പിന്തിരിപ്പൻ പ്രസ്ഥാനമായിട്ട് കാണും. ആ തരത്തിലല്ല നമ്മൾ കാണേണ്ടത്. ഓർഗാനിക് മിഷൻ ആ തരത്തിൽ ഇതിനെ ഉൾക്കൊള്ളണം എന്നാണ് നമുക്ക് ആദ്യം അഭ്യർത്ഥിക്കാനുള്ളത്. 2010 ജൈവകൃഷി നയം പാസ്സാക്കിയതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ നോക്കുമ്പോൾ കുറച്ചുകൂടി ഒരു ഇൻ്റഗ്രേറ്റഡ് ഒരു അപ്രോച്ചിലേക്ക് വരുമ്പോൾ മാത്രമേ ഈ കാലാവസ്ഥാ വ്യതിയാനം എന്നുള്ളൊരു പ്രശ്നത്തെയും കൂടി നമുക്ക് അതിജീവിക്കാൻ കഴിയുള്ളൂ. മറ്റേതല്ലെങ്കിൽ ഇപ്പോൾ കർഷകർ നേരിടുന്ന ഒരു പ്രശ്നം മഴ എപ്പോൾ വരുന്ന അറിയുന്നില്ല. അപ്പോൾ അവർക്കൊരു വെതർ മോണിറ്ററിങ്, നൗ കാസ്റ്റിംഗ് എന്നാണ് അതിനെ പറയുന്നത്. അതായത് ഇന്ന് എന്ത് സംഭവിക്കുക അല്ലെങ്കിൽ നാളെ എന്ത് വെതർ മാറ്റം വരും എന്നുള്ളത് പോലും പറയേണ്ട ഒരു ആവശ്യമുണ്ട്. കൃഷി വകുപ്പിൻ്റെ ഒരു പ്രോബ്ലം എന്താണെന്ന് പറഞ്ഞാൽ വലിയ ഒരു ശതമാനം അതിനകത്തുള്ള ആൾക്കാർ ഈ ട്രാൻസിഷന് അനുകൂലമായി നിൽക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണെങ്കിലും ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. വേറൊരു വലിയ ശതമാനം ആൾക്കാർ ഇതിനെതിരാണ്. ഇതിനെതിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തൊരു യാഥാസ്ഥികതയുണ്ട്, ഒരു ഫെനാറ്റിസം ഉണ്ടെന്ന് ഞാൻ പറയും. കാരണം മാറ്റങ്ങൾ സ്വീകരിക്കാനുള്ള വലിയൊരു ബ്ലോക്കാണ്. എന്താണ് ഈ മാറ്റങ്ങൾ എന്ന് നമ്മൾ നോക്കിയാൽ, അവർ പഠിച്ച രാസകൃഷി, അവർ പഠിച്ച രാസരീതിയിലുള്ള കീടനാശിനികൾ അടിച്ചിട്ടുള്ള കൃഷി, അതിൽ നിന്നും മാറണമെങ്കിൽ അവർ ഇതിനൊരു റീലേണിംഗ് അല്ലെങ്കിൽ ഒരു അപ്ഗ്രഡേഷൻ അല്ലെങ്കിൽ ഒരു എവല്യൂഷൻ ഇതിനകത്ത് വേണം. അതിനോട് വൈമുഖ്യമായിട്ട് നിൽക്കുന്ന ആൾക്കാർ ഇതിനെ ത്രൂ ഔട്ട് പിന്നിൽ നിന്നും വലിച്ചിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ ലീഡർഷിപ്പിന് വേണമെങ്കിൽ ഇത് മുമ്പോട്ട് കൊണ്ടുപോകാമായിരുന്നു. ഞാൻ ഉദ്ദേശിക്കുന്നത് മന്ത്രിക്കായാലും ഈ ഡയറക്ടർ ലെവലിൽ നിൽക്കുന്ന ലീഡർഷിപ്പ് ആയെങ്കിലും അഗ്രികൾച്ചർ പ്രൊട്ടക്ഷൻ കമ്മീഷണർ തൊട്ട് സെക്രട്ടറിമാർ തൊട്ട് ഉള്ള ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതിനെ മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാമായിരുന്നു. പക്ഷേ അവർക്കും പറ്റിയ അബദ്ധം അത് KP മോഹനനും പറ്റിയിട്ടുണ്ട്. അതിനുശേഷം വന്നിട്ടുള്ള സുനിൽകുമാർ വലിയ രീതിയിൽ ശ്രമിച്ചിട്ടുണ്ട്. കാരണം സുനിൽകുമാറും അതേപോലെ ഈ ഓർഗാനിക് ഫാമിങ്ങിനെ സമ്പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുകയും കെമിക്കൽ ഫാമിങ്ങും ജനിതക മാറ്റം വരുത്തി വിളകളെയും ഒക്കെ തന്നെ നഖശികാന്തം എതിർത്തിട്ടുള്ളതുമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അദ്ദേഹം തന്നെയാണ് മന്ത്രിയായതും. പക്ഷേ ഇവർക്ക് പറ്റിയ അബദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മിഷൻ എന്ന് പറയുന്നത് ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ട എന്ന് പറയുന്ന അല്ലെങ്കിൽ ആ ടൂൾ സിസ്റ്റം എന്ന് പറയുന്നതിനെ അവർക്ക് മുമ്പോട്ട് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ജൈവോൽപ്പന്നങ്ങൾക്ക് ഇപ്പോൾ മാർക്കറ്റ് കൂടി വരികയാണ്.
പക്ഷേ അതിനനുസരിച്ച് നമുക്ക് ജെന്യുവൻ പ്രോഡക്റ്റ് കിട്ടുന്നില്ല എന്നുള്ളൊരു പ്രശ്നമാണ് പ്രധാനമായിട്ട് ഞങ്ങളെപ്പോലുള്ളവർ നേരിടുന്നത്. പിന്നെ സർട്ടിഫിക്കേഷൻ സാധനങ്ങളുടെ ലളിതമായ സർട്ടിഫിക്കേഷൻ വ്യവസ്ഥകളില്ല എന്നുള്ളൊരു പ്രശ്നമാണ്. അതുപോലെ തന്നെ നമുക്ക് ഇതിൽ കെമിക്കൽ ഉണ്ടോ ഇല്ലേ എന്നുള്ള ടെസ്റ്റിനൊക്കെ വലിയ ചിലവ് കൂടുതലാണ്. അതിൻ്റെ ലളിതമായ സംവിധാനങ്ങൾ ഗവൺമെൻറ് ഒരുക്കേണ്ടതാണ്. ജൈവോൽപ്പന്നങ്ങൾക്ക് വില കൂടുതലാണെന്നുള്ളൊരു പരാതി ഉണ്ട്, അത് സത്യമാണ്. പക്ഷേ നമുക്ക് ഇതിൽ പ്രൊഡക്ഷൻ മറ്റേ രാസകൃഷി പോലെ അത്ര പ്രൊഡക്ഷൻ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അപ്പോൾ കുറച്ച് കർഷകർക്ക് സബ്സിഡി കൊടുത്തുകൊണ്ട് ഇതിനെ വില കുറയ്ക്കാനുള്ളൊരു നടപടി ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായാൽ നന്നായിരിക്കും. PGI സർട്ടിഫിക്കേഷൻ പോലെയുള്ള ഏറ്റവും സുപ്രധാനമായ സർട്ടിഫിക്കേഷനുകൾ കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് ഏതെങ്കിലും സ്വകാര്യ ഏജൻസികളുടെ മുമ്പാകെ പോകേണ്ടതില്ല. അതിന് വലിയ ചെലവാകുന്ന പ്രശ്നമായി കർഷകർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ പാടില്ല. അതെല്ലാം ഈ ജൈവ കാർഷിക മിഷന്റെ പ്രവർത്തനത്തിന്റെ ഭാഗമാക്കി ഞങ്ങൾ കാണുകയാണ്. കൃഷിക്കൂട്ടങ്ങളെ കൂടുതലായി ഇതിനകത്തേക്ക് പങ്കാളികളാക്കുകയും കൂടുതൽ ഇടങ്ങളിലേക്ക് ജൈവ കൃഷിയെ എത്തിക്കുകയും ജൈവ കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് പ്രത്യേകമായ വിപണി സംഘടിപ്പിക്കുകയും അതിനാവശ്യമായ തലത്തിലേക്ക് നമുക്ക് ഇന്ന് തന്നെയുള്ള എക്കോ ഷോപ്പുകൾ അടക്കമുള്ള സംവിധാനങ്ങളെ വിനിയോഗിക്കുകയും ചെയ്യുക എന്നതും ജൈവ കാർഷിക മിഷന്റെ ലക്ഷ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. ജൈവകൃഷി എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ മാറ്റാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ട കുറേ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടി വരും, അതിന് സിസ്റ്റംസ് ഉണ്ടാകും. പ്രത്യേകിച്ചും ഞാൻ നോക്കുമ്പോൾ ഇൻപുട്സ്. ഇപ്പോൾ എല്ലാവരും കൃഷിയിലേക്ക് മാറുമ്പോൾ ആദ്യം പറയുന്നത് ഇതിന് മാത്രം ഇപ്പോൾ രാസവളം ഇടുന്നതിന് പകരം എന്ത് നമ്മൾ ജൈവവളം ഉപയോഗിക്കും. അപ്പോൾ അതിനെപ്പറ്റി ആലോചിക്കുക, അതിനൊരു ഇൻഫ്രാസ്ട്രക്ചർ വേണം. അത് കഴിയുന്നതും ലോക്കലായിട്ട് തന്നെ ഉൽപ്പാദിപ്പിക്കാനും അത് രണ്ട് കാരണം കൊണ്ടാണ്. ഒന്ന് ലോക്കലായിട്ട് ഉൽപ്പാദിപ്പിച്ചാൽ കർഷകർക്ക് തന്നെ അതിനകത്ത് ഒരു പക്ഷേ അതിൽ ഇക്കണോമിക്കായിട്ടും ബെനിഫിറ്റ് ഉണ്ടാവും. അതിൻ്റെ ഇപ്പോൾ ചില എക്സാമ്പിൾസ് നമുക്കിപ്പോൾ BPKP പദ്ധതിയിലൊക്കെ പല സംസ്ഥാനങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും. ഇപ്പോൾ ലോക്കൽ റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുക, അത് കർഷകർക്ക് നേരിട്ട് കൊടുക്കാനുള്ള സംവിധാനങ്ങൾ, അത് കൃഷി വകുപ്പിലൂടെ തന്നെ ഒരു അക്രഡിറ്റേഷനൂടെ കൊടുക്കുകയാണെങ്കിൽ കർഷകർ വാങ്ങുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് രണ്ട് ഗുണങ്ങളാണ്. ഒന്ന്, കൃഷിക്കാർക്ക് അതുകൊണ്ട് ഗുണമുണ്ടാകുന്നു, നമുക്ക് മാറാനുള്ളൊരു സാഹചര്യം, ക്വാളിറ്റി ഉറപ്പിക്കാൻ പറ്റുന്നു. മറ്റേ നമ്മൾ പുറത്തുനിന്ന് ഓർഗാനിക് വളങ്ങൾ വരുന്നതിൻ്റെ ക്വാളിറ്റി നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞുകൂടാ. ഞാൻ നെൽകൃഷിയാണ് കേന്ദ്രീകരിച്ച് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നോക്കുമ്പോൾ പല പാടങ്ങൾക്കും അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടായിട്ടില്ല ഇത്ര നാൾക്കിടയിലായിട്ട്. പഴയ രീതിയിൽ കർഷകർ എങ്ങനെയാണ് കൃഷി ചെയ്യുന്നത് ആ രീതിയിൽ തന്നെയാണ് വെള്ളത്തിൻ്റെ ലഭ്യതയും കാര്യങ്ങളും ഇപ്പോഴും ഉള്ളത്. അപ്പോൾ അതിലൊരു മാറ്റം സർക്കാർ കൊണ്ടുവരാം. മെയിനായിട്ട് കർഷകൻ എന്ന നിലയിൽ നമുക്ക് ആവശ്യമുള്ളത് വെള്ളത്തിൻ്റെ സൗകര്യമാണ്. അത് ആദ്യം ലഭ്യമാക്കുന്ന രീതിയിൽ സ്ഥിരമായി കൃഷി ചെയ്യാവുന്ന ഒരു സാഹചര്യം, ഇതൊക്കെയാണ് ഒരു കർഷകന് മെയിനായിട്ട് വേണ്ടത്. അത് കൂടാതെ തന്നെ ഓർഗാനിക് രീതിയിൽ കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യം വരുന്ന ജൈവവളവും എല്ലാം പ്രാദേശികമായിട്ട് തന്നെ ഒരു ലഭ്യത വരുത്തുകയും അതിനുവേണ്ടി എല്ലാ വാർഡ് തലത്തിലും എല്ലാ പഞ്ചായത്തിലും ഓരോ വാർഡിലും ഏറ്റവും കുറഞ്ഞത് ഒരു യൂണിറ്റെങ്കിലും ഉണ്ടായിരിക്കേണ്ട ഒരു അത്യാവശ്യ ഘടകമാണ്. കൃഷിഭവനിലും ട്രാക്ടർ, ടില്ലറുകൾ, അതുപോലെ തന്നെ ബ്രഷ് കട്ടറൊക്കെ തുരുമ്പിടിച്ച് പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ഇല്ലാത്തൊരു രീതിയിലേക്ക് ബേസിക് ആയിട്ടുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഞങ്ങൾക്ക് ഒരുക്കി തരാനായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാകണം. വയനാട്ടിലെ പരമ്പരാഗത നെല്ലുകൾ കൃഷി ചെയ്യുന്ന കർഷകരുടെ ഒരു കൂട്ടായ്മയാണ് ഞങ്ങൾ. അപ്പം ഞങ്ങളെപ്പോലുള്ള അനേകം ഇങ്ങനെയുള്ള കർഷക കൂട്ടായ്മകളാണ് ഇന്ന് ജൈവകൃഷിയെ ഒരു തരത്തിൽ മുന്നേക്ക് കൊണ്ടുപോകുന്നതായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നതും കാണുന്നതും. അവിടെ സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടലുകൾ നല്ലവണ്ണം നടക്കുകയാണെങ്കിൽ ഇന്ന് ഈ വളർച്ചയുടെ ജൈവകൃഷിയുടെ ഈ വളർച്ചയുടെ 10 മടങ്ങ് വേഗത്തിൽ ഇത് വളരും എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. നമ്മളെപ്പോഴും എനിക്ക് നമ്മുടെ വകുപ്പുകളുടെ പ്രവർത്തനങ്ങളിൽ നമ്മളെപ്പോഴും കാണുന്നത് അവരെന്നെ പറയുന്നതാണ് ഡോക്യുമെൻറ്റ് നമ്മൾ പ്രവർത്തനങ്ങളപ്പം മറ്റുള്ളവരോട് പറയാൻ പറ്റുന്നില്ല. ഇപ്പം നമ്മൾ ഇത്രയും പൈസ എക്സ്പെൻഡിച്ചർ ഉണ്ടായി, എന്തുമാത്രം ഫലമുണ്ടായി, എത്ര ടൺ ഇതുണ്ടായി എന്നുള്ളത് അത് കണക്കാക്കാനുള്ളൊരു സംവിധാനമില്ല. അപ്പോൾ അത്തരത്തിൽ ഇത് കുറച്ചുകൂടെ ഒരു ആക്ഷൻ റിസർച്ച് മാതിരി. കാരണം ഇതിനകത്ത് നമുക്ക് ഡേറ്റ ഉണ്ടെങ്കിൽ മാത്രമേ ശരിക്കും നല്ലൊരു പ്രോജക്റ്റ് നമുക്ക് അടുത്തൊരു ഘട്ടത്തിലേക്ക്, ഇപ്പോൾ നമ്മൾ ആദ്യത്തെ വർഷം തുടങ്ങി, രണ്ടാമത്തെ വർഷം തുടങ്ങി, ഡേറ്റ ഉണ്ടെങ്കിൽ അതിനകത്തെ പ്രോബ്ലംസ് നമ്മൾ പഠിക്കുകയാണ്. അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് ഇപ്പോൾ ഈ മിഷൻ ഉണ്ടെങ്കിൽ മിഷന് തന്നെ ഇപ്പോൾ ഈ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻസായിട്ട് ഒരു ബന്ധപ്പെടാൻ പറ്റും. അവരുടെ സ്റ്റുഡൻസിന്, അവരുടെ റിസർച്ചേഴ്സിന് തന്നെ ഈ പഠിക്കാനായിട്ടുള്ള സംവിധാനം ഇതിൽ ആവശ്യത്തിലേക്ക് അവരെ ബോധ്യപ്പെടുത്തി കൊണ്ടുവരാൻ കഴിയും. അത്തരത്തിൽ എനിക്കൊന്ന് കുറച്ചും കൂടെ ഒരു വ്യാപ്തിയോടുകൂടി ചിന്തിക്കാനുള്ള ഒരു സാധ്യത ഇപ്പം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരുപാട് പോളിസികളുണ്ട്. കാലാവസ്ഥാ വ്യതിയാനം സംഭവിക്കുന്നതിനനുസരിച്ച് ആ പോളിസികളൊക്കെ ചേഞ്ച് ചെയ്യേണ്ട സമയം കഴിഞ്ഞു. ഉദാഹരണമായി പറയുകയാണെങ്കിൽ നമ്മൾ നെല്ലിന് ഇൻഷുറൻസ് ഉണ്ട്. പക്ഷേ നെല്ലിൻ്റെ ഇൻഷുറൻസ് നമുക്ക് കിട്ടുന്നത് നട്ട് കഴിഞ്ഞ് 15 ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നമുക്ക് ഇൻഷുറൻസിന് അപ്ലൈ ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. അപ്പം അങ്ങനെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക്
നെല്ല് നട്ട് പോയി കഴിഞ്ഞതിന് ശേഷം മാത്രം കിട്ടുന്ന ഒരു ഇൻഷുറൻസ്, നമ്മൾ നട്ട ദിവസമായിരിക്കാം നമുക്ക് മഴ പെയ്യുന്നത്, അത് ഒലിച്ചു പോകും. 3 ദിവസം കൊണ്ട് നമുക്ക് നഷ്ടമാവുകയാണ്. അപ്പം നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് നമ്മൾ നട്ട് കഴിഞ്ഞതിന് ശേഷം മഴ വന്ന് നശിച്ചു പോകുന്നതിന് നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുന്നില്ല. കാരണം പലതിനും ഇൻ്റഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ കൃഷി വകുപ്പിനെ തന്നെ മറ്റേ മൃഗസംരക്ഷണ വകുപ്പ്, ഫിഷറീസ് വകുപ്പ്, ഇതെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്ത്, പിന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റ് വർക്കുകളൊക്കെ ഒരുമിച്ച് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരികയാണെങ്കിൽ, അപ്പം മിഷൻ അതിൻ്റെ ഒരു ഉത്തരവാദിത്തം എടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ബോഡി ആയിട്ട് വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു ലാൻഡ്സ്കേപ്പ് ലെവലിൽ തന്നെ നമുക്കൊരു പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും. ഒരു ഗവൺമെൻറ് ഇതിനെ ഈ ലാർജ് ട്രാൻസാക്ഷൻസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരിക്കലും ഒരു സ്കീം വെച്ചിട്ട് ഒരു രീതിയിലുള്ള അപ്രോച്ചിൽ പോകരുതെന്നുള്ളതാണ്. ലാർജ് ഡിമാൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഒരു മൾട്ടിപ്പിൾ സെറ്റ് ഓഫ് ആക്ടിവിറ്റീസ് ആവശ്യമാണ്. So in 2010, now to have a policy on organic, Sikkim Organic Mission was formed, which took this organic movement in a phased manner. In the meantime also we had passed the government notification for banning all the synthetic fertilizers to enter into Sikkim. So this was a major policy taken by the government to ban all the inputs were made zero subsidies, so that it will not be entering Sikkim. Chemicals were banned to Sikkim. So Sikkim Organic Mission started all this, and in a phased manner. So by 2016, around 76,000 hectares of land, taking about 63,000 of farmers, was fully converted into organic. The government of Sikkim, it was its own state plan. So the fund was utilized by our state only. So we didn't have any fund coming from Ministry of India. So only the state plan was there. So through state plan, all the programs were implemented. But later on, after 3 years, 4 years, state government of India also provided some assistance through MIDH programs, PKBY, MOBCD. So this way we are running the program, the scheme. The whole, the beauty of this and being successful is like the government itself is interested and has implemented the program. One. Second, all the expenses has been borne by the state only for the welfare of the farmer. So we didn't face much of a challenges in that. And farmers were also happy because their healths are safeguarded. We have a very small area. We have a small production, so that will get a premium price over same commodity in different places. So that was the basic idea. If we wanted to go for market, it will be a high value crop because it's organic, certified organic. So we didn't have much of a problem in implementing it. This has benefited the farmers first in terms of health. I would rather say in that terms, health. Second, now their product, which is produced in very less amount, can be marketed as a certified organic and with a premium price. They can be directly linked with Organic World, where people prefer organic and they are ready to pay the premiums. So that way, their economy will be boosted up. Their farm income can be doubled up just by a single intervention that is known as organic. We have taken a mission approach, a mission also separately formed for this state level mission called Raitu Sadhikara Samstha, which is focusing on this farmers transformation into natural farm. This is the state level natural farm mission set up by Government of Andhra Pradesh, where Government of India programs like PKY, RKY, DPKP and other programs also routed through this state level mission. And the one only objective of this mission is transforming the chemical conventional farmers to natural farming. If we come to the benefits of the natural farming, first is the soil health.
So as per FAO report, if you keep on going the conventional farming, chemical farming, maybe after 10-12 years, you may not in a position to get the, even whatever the average yields also. So going to rocky, the farm soils become rocky and they may not in a position to give you whatever you are expecting, and there might be a food security issue. Another thing, we are also directly contributing to the climate change. If you cover the crops throughout the year through natural farming practices, so you can able to contribute these carbon credits. എതിർപ്പ് പ്രധാനമായിട്ടും രാസവളങ്ങൾ ഉണ്ടാക്കുന്ന കേന്ദ്രങ്ങളിൽ നിന്നുള്ള എതിർപ്പാണ്. നമ്മൾ പറയുന്നത് രാസവളം കുറച്ച് കൊണ്ടുവരണമെന്നുള്ള. രാസവളത്തിന് കൊടുക്കുന്ന പൈസ സബ്സിഡിയായിട്ട് ഓർഗാനിക് ഫാമിംഗ് ചെയ്ത ആളുകൾ കൊടുക്കണം. അവരുടെ നഷ്ടം തീർത്താൻ വേണ്ടിയിട്ട് രാസവളം കൊടുക്കുന്ന പൈസ ഇവർക്ക് കൊടുക്കണമെന്നാണ് നമ്മൾ പറഞ്ഞിരുന്നത്. അത് അവർക്ക് താല്പര്യമില്ലല്ലോ. ഞാൻ പറഞ്ഞത് ലോബി ഈസ് വർക്കിംഗ് ഓൾവേസ് എഗൻസ്റ്റ് ഓർഗാനിക് ഫാമിംഗ്. അത് ഇപ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ടാവും. ഇന്ന് ഏറ്റവും വലിയ ശല്യം, അല്ലെങ്കിൽ ശല്യം തന്നെ പറയേണ്ടി വരും, അല്ലെങ്കിൽ അതിനെ ഒരു ദുരന്തമായിട്ട് ഞാൻ കാണുന്നത് പ്ലാനിംഗ് ബോർഡ് എന്ന് പറയുന്ന കേരള സ്റ്റേറ്റ് പ്ലാനിംഗ് ബോർഡിനെയാണ്. കാരണം നിർഭാഗ്യവശാൽ ഇടതുപക്ഷത്തിൻ്റെ CPM-ൻ്റെ പ്രത്യേകിച്ച് നയം തീരുമാനിക്കുന്ന കുറേ ആൾക്കാരുടെ പേരാണ് VK രാമചന്ദ്രൻ എന്ന് പറയുന്ന ഇതിൻ്റെ ചെയർമാനും, അതേപോലെ അതിനകത്തുള്ള ജൈവ കൃഷിയെ പോയിട്ട് ജൈവ രീതിയിലുള്ള സൊല്യൂഷൻസ് പോയിട്ട് നേച്ചർ ബേസ്ഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ഇന്ന് ലോകം മുഴുവനും ചർച്ച ചെയ്യുമ്പോൾ, ക്ലൈമറ്റ് ക്രൈസിസിൻ്റെ കാലത്ത് ലോകം മുഴുവനും ചർച്ച ചെയ്യുമ്പോൾ ഇതിനെ നെഗേറ്റ് ചെയ്യുന്ന, ഇതിനെ എതിർക്കുന്ന കുറേ ആൾക്കാരാണ് ഇന്ന് പ്ലാനിംഗ് ബോർഡിൻ്റെ അംഗങ്ങളായിട്ടുള്ളത്. ഹരിത വിപ്ലവം നടന്ന അതേ സമയത്ത് എങ്ങനെയാണോ എല്ലാ കൃഷി ഡിപ്പാർട്ട്മെൻറ്റും ഒന്നിച്ച് ചേർന്ന് രാസകൃഷി ചെയ്യുന്നതിനായിട്ട് കർഷകരെ ഇതിലേക്ക് കൊണ്ടുവന്നത്, അതിനേക്കാളും ഒരു 100 ഇരട്ടി എഫേർട്ട് ചിലപ്പോൾ ഈ ഒരു ഓർഗാനിക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി വരും. പലപ്പോഴും ജൈവകൃഷിക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു അപജയം അതിനെ എങ്ങനെയൊക്കെ കോംപ്രമൈസ് ചെയ്യാനും ഡൈല്യൂട്ട് ചെയ്യാനും പറ്റുമോ എന്നുള്ളത് നിരന്തരം കാർഷിക ഗവേഷണ കേന്ദ്രങ്ങളും നമ്മുടെ നിലവിലുള്ള ഉദ്യോഗസ്ഥ സംവിധാനങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ കോംപ്രമൈസുകളും അല്ലെങ്കിൽ ഡൈല്യൂഷൻസും ഇല്ലാതെ ശരിയായ രീതിയിലുള്ള ജൈവ കൃഷി അതിൻ്റെ ആ ഒരു തത്വം മനസ്സിലാക്കിക്കൊണ്ട്, അതിൻ്റെ ഫിലോസഫി മനസ്സിലാക്കിക്കൊണ്ട് ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യപ്പെടാത്ത ഒരു ജൈവ കാർഷിക സംവിധാനം ഈ മിഷൻ തയ്യാറാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒരു 3-ാം ലോക ചെറുത്തുനിൽപ്പിന് മറ്റെല്ലാ അടിത്തട്ട് സമൂഹങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത് പോലെ കേരളത്തിലും ഉയർന്നു വരുന്ന ഈ മുന്നേറ്റത്തെ തകർക്കുകയും ഈ നവലിബറൽ നയങ്ങൾക്കൊത്ത് ആ നയങ്ങളുടെ ഭാഗമായിട്ടാണ് നമ്മുടെ ഉദാഹരണമായിട്ട് ജനിതക മാറ്റം വരുത്തിയ വിളകൾ വരുന്നത്. ജൈവകൃഷിക്കെതിരെ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അർത്ഥം യഥാർത്ഥത്തിൽ ഈ കൃഷിയെ വലിയ കോർപ്പറേറ്റ് വിപണന തന്ത്രമാക്കി മാറ്റുന്ന പുതിയ തരത്തിലുള്ള ആഗോളതലത്തിലുള്ള ഈ ആധിപത്യ സമ്പ്രദായങ്ങളെ പിന്താങ്ങുക എന്നാണ്. ഇപ്പോൾ ഇവിടെ വാട്ടർമെലൺ ചെയ്യുന്നുണ്ട്, അതുപോലെ മസ്ക് മെലൺ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ വാട്ടർമെലനും മസ്ക് മെലനൊന്നും നമുക്ക് ഏതെങ്കിലും സ്കീമുകളോ കാര്യങ്ങളിലൊന്നും നമ്മൾ ഉൾപ്പെടുത്തുന്നില്ല. പൊട്ടുവളരി പ്രധാനമായിട്ട് ഞങ്ങളിവിടെ ചെയ്യുന്നത് പൊട്ടുവളരിയാണ്. പൊട്ടുവളരിക്ക് ഈ അടുത്ത കാലത്താണ് സ്കീം വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒരു കർഷകനെ ഏത് കൃഷിയാണോ ചെയ്യുന്നത് ആ കൃഷിക്ക് ഉള്ളൊരു സപ്പോർട്ടാണ് നമുക്ക് കിട്ടേണ്ടത്. നമ്മൾ ഒരിക്കലും ഒരു കർഷകൻ സബ്സിഡി കിട്ടാൻ വേണ്ടിയിട്ടല്ല കൃഷി ചെയ്യുന്നത്. പക്ഷേ അവന് ആ സഹായം ചെയ്യുന്ന കൃഷിക്ക് അനുസൃതമായിട്ടുള്ളൊരു രീതിയിലേക്ക് സഹായം നൽകാനുള്ളൊരു സംവിധാനം സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ഉണ്ടാകണം. ക്രിട്ടിക്കൽ എന്ന് പറയുന്ന മാർക്കറ്റിംഗ് ആണ്. കാരണം ഇതിനെ എങ്ങനെയാണ് നമ്മൾ പുറത്തേക്ക് കൊണ്ടുവരിക, അവിടെയും ഡൈവേഴ്സിറ്റി ആവശ്യമാണ്. കാരണം ഏറ്റവും അടുത്തുള്ള കടകളിൽ കൊടുക്കുന്നത് തൊട്ട് എക്സ്പോർട്ടിലേക്ക് കൊടുക്കുന്നതിന് വരെ ഉള്ള
ഒരു സപ്ലൈ ചെയിൻ സിസ്റ്റം മോഡേണൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഒരു കൃഷിക്കാരത്തിൽ ഉൽപ്പന്നം ഉണ്ടെങ്കിൽ ഒരു ആപ്പ് എടുത്ത് കുത്തി കഴിഞ്ഞാൽ അത് വിൽക്കാൻ പറ്റണം. അപ്പോൾ ഈ സപ്ലൈ ചെയിനിനെ മോഡേണൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതിന് കൃഷി വകുപ്പിനകത്തുള്ള ഉദ്യോഗസ്ഥരടക്കമുള്ളവർക്ക്, മിനിസ്റ്റർ അടക്കമുള്ളവർക്ക് ആ ഒരു ക്രിയേറ്റിവിറ്റി ആവശ്യമുണ്ട്. കർഷകർക്കും ആവശ്യമുണ്ട്. കൃഷിയിൽ പുതുതായിട്ട് വരുന്ന യുവാക്കൾക്കും യുവതികൾക്കും അല്ലെങ്കിൽ അവരുടെ അങ്ങനത്തെ കളക്റ്റീവ്സിനൊക്കെ എന്ത് തരം സപ്പോർട്ട് സിസ്റ്റമാണ് കൂടുതലായിട്ടുള്ളത്? പഴഞ്ചൻ കൃഷി, പഴയ കാലത്തെ കൃഷിക്കാരൊക്കെ ചെയ്യുന്നതുപോലെ നീയും പോയി ചെയ്യടാന്ന് പറയില്ലേ ഗവൺമെൻറ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? പകരം അവർക്ക് എന്തുകൊണ്ട് ഈ പറഞ്ഞ മോഡേണൈസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് സിസ്റ്റം, ഒരു ഇക്കോ സിസ്റ്റം ആയിക്കൂടാ? മിഷൻ തുടങ്ങി വളരെ നല്ല കാര്യം. അതിനെ കാലാവസ്ഥാ വ്യതിയാന അതിജീവനവുമായി കൂട്ടിച്ചേർത്തുന്നുള്ളത് അതിലും നല്ല കാര്യം. പക്ഷേ ഇത് എങ്ങനെ ഇനി പ്രവർത്തിക്കും എന്നുള്ളതാണ് നമ്മൾ നോക്കിക്കാണേണ്ടതുള്ളത്. അതിൻ്റെ എന്തായിരിക്കും സംവിധാനങ്ങൾ എന്നുള്ളത്. അത് നിലവിലുള്ള നമ്മുടെ കാർഷിക വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥ സംവിധാനങ്ങളിലൂടെ മാത്രം ഒതുങ്ങുമോ, അതോ കർഷകരെയും കൂട്ടിച്ചേർത്ത് ഉള്ളൊരു സംവിധാനമായിട്ട്, ഒരു ജനാധിപത്യ സംവിധാനമായിട്ടത് വരുമോ? നിലവിലുള്ള ഒത്തിരിയധികം സംരംഭങ്ങൾ ജൈവകൃഷിയിൽ നടക്കുന്നുണ്ട്. ആ സംരംഭങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരുവാൻ അത് സഹായിക്കുമോ? ആ സംരംഭകരെ എങ്ങനെ കൂട്ടി നിർത്തിക്കൊണ്ട് നമുക്ക് ജൈവ വിപണി വ്യാപിപ്പിക്കാനൊക്കും എന്നുള്ളതിനുള്ള ശ്രമങ്ങൾ നടക്കുമോ? ഇതൊക്കെയാണ് ഇതിലെ പ്രധാന ചോദ്യങ്ങളായിട്ട്, ഇതിൻ്റെ സംവിധാനങ്ങളിലെ പ്രധാന ചോദ്യങ്ങളായിട്ട് കാണുന്നത്. നമ്മൾ പൊടുന്നനെ എല്ലാവരും ജൈവ കൃഷിയിലേക്ക് മാറിയിരിക്കണം എന്ന് ഒരിക്കലും നമ്മൾ അങ്ങനൊരു ശാഠ്യപൂർണമായ ഇടപെടലല്ല. കൃഷി ലാഭകരമാവണം, കർഷകന് നല്ല വിളവ് കിട്ടണം, മനുഷ്യൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കണം. ഇതിന് മുൻതൂക്കം കൊടുക്കുമ്പോൾ നമുക്ക് ജൈവ കൃഷിയുടെ പ്രാധാന്യത്തെ അല്പം പോലും മാറ്റിവെക്കാൻ കഴിയുകയില്ല. ബദലുകളുണ്ട് എന്ന് ബോധ്യപ്പെട്ടാൽ ആ ബദലുകളിലേക്ക് മാറേണ്ടതുണ്ട്. അതും ഒരു ശാസ്ത്രം തന്നെയാണ്. അതുകൊണ്ട് സയൻറ്റിഫിക്കായ ഒന്നാണ് ജൈവ കൃഷി എന്ന് പറയുന്നതും. കർഷകർക്ക് ഓർഗാനിക് കൃഷിരീതികൾ, കൃഷിമുറകൾ പരിചരിക്കുന്നതിനായി അവരെ ആ രീതിയിലേക്ക് കൊണ്ടുവരുന്നതിനാവശ്യമായിട്ടുള്ള ട്രെയിനിങ്ങുകളും മറ്റ് പദ്ധതികളും കൃഷിവകുപ്പ് ആവിഷ്കരിച്ച് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആയതുവഴി ഭാവിയിൽ പൂർണ്ണമായും ഒരു ജൈവ സംസ്ഥാനമായി കേരളത്തെ രൂപപ്പെടുത്താൻ നമുക്ക് സാധിക്കും. വാസ്തവത്തിൽ കൃഷി എന്ന് പറഞ്ഞാൽ അത്തരത്തിലൊരു എല്ലാത്തിനും പലതിനെയും കൂട്ടിച്ചേർക്കാനുള്ളൊരു ഒരു 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 സെക്ടറും കൂടി ആയിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ അത് വെള്ളം, സോയിൽ ഹെൽത്ത് മാനേജ് ചെയ്യുന്നത് അതെല്ലാം കർഷകരാണ്, വാസ്തവത്തിൽ കർഷകരാണ് ചെയ്യുന്നത്. അത് വെള്ളത്തിൻ്റെ മാനേജ്മെൻ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി മാനേജ്മെൻ്റ് ആണെങ്കിലും ഇതൊക്കെ ചെയ്യുന്ന വലിയൊരു സമൂഹമാണ് കർഷക സമൂഹം. അപ്പോൾ ആ കർഷക സമൂഹത്തിനെ അംഗീകരിക്കുന്ന ഒരു ഉപഭോക്തൃ സമൂഹം ഇവിടെ ഉണ്ടാവേണ്ട ഒരു ആവശ്യമുണ്ട്. ഇത് രണ്ടും വരുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന നമുക്ക് പല പല പ്രതിസന്ധികളെ, അത് ഭക്ഷ്യസുരക്ഷാ പ്രതിസന്ധി ആയാലും കാലാവസ്ഥാ പ്രതിസന്ധി ആണെങ്കിലും ആരോഗ്യ പ്രതിസന്ധി ആണെങ്കിലും ഒക്കെ അതിജീവിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്ന് കേരളത്തിൽ ഇനിയൊരു കൃഷിക്ക്, കേരളത്തിൽ നിന്നുള്ള മാത്രമല്ല ലോകത്തെവിടെയും കൃഷിക്ക് ഇനിയൊരു നിലനിൽപ്പുണ്ടെങ്കിൽ അത് ജൈവ കൃഷിയിലൂടെ മാത്രമേ ഉള്ളൂ. പ്രകൃതിയോട് ചേർന്ന് നിന്നുള്ള കൃഷിയല്ലാതെ പ്രകൃതിക്കെതിരെ ചെയ്യുന്ന രാസകൃഷിക്ക് കൃഷിയും മനുഷ്യനെയും സമൂഹത്തിനെയും നിലനിർത്താൻ പറ്റില്ല എന്നുള്ളത് ഒരു വാസ്തവം തന്നെയാണ്. അതുകൊണ്ടൊരു ജൈവ കാർഷിക നയം, ഒരു 15 കൊല്ലം മുമ്പെങ്കിലും വന്ന ജൈവ കാർഷിക നയം ഇന്നും പേപ്പറുകളിൽ ഒതുങ്ങുന്നത് കൃഷിയോട് ചെയ്യുന്നതും കർഷകനോട് ചെയ്യുന്നൊരു വലിയ അനീതിയായിട്ടാണ് തോന്നുന്നത്. എന്താ പറയുക, ലോക്കൽ ഈസ് ഫ്യൂച്ചർ എന്നുള്ള ഒരു നമ്മുടെ സിവിൽ സൊസൈറ്റിയുടെ ഇടയിൽ ഒരു പ്രചാരിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുപോലെ ഫുഡ് മൈൽസ് കുറയ്ക്കുക എന്നുള്ളത്, ഇതെല്ലാം അപ്പോൾ ഒന്നുള്ളത് പ്രാദേശിക ജനങ്ങളെ, കർഷകരെ മാത്രമല്ല മൊത്തം ജനങ്ങളെ ഒന്ന് ഇത് എന്താ പറയുക അവർ അവബോധം ഉണ്ടാക്കുകയും ഓറിയൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമുക്കൊരു അതിജീവന ശേഷി ഒരു സമൂഹം എന്നുള്ള നിലയ്ക്ക് കെട്ടിപ്പടുക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നമ്മുടെ ലോക്കൽ ഭക്ഷണം ഉണ്ടാക്കിയ ആളുകൾ അത് വാങ്ങാൻ ആളില്ല എങ്കിൽ കർഷകർക്ക് കൃഷി ചെയ്യാൻ കഴിയില്ല. അത് ജൈവം മാത്രമല്ല ഏതാണെങ്കിലും കഴിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് അതിൻ്റെ ഒരു പ്രാധാന്യം. എന്തുകൊണ്ട് ലോക്കൽ ഭക്ഷണം നമ്മൾ കഴിക്കണം? അപ്പോൾ അതിൻ്റെ വൈവിധ്യം, അതിൻ്റെ പോഷക ഗുണങ്ങൾ, ഇതെല്ലാം ഇവിടുത്തെ സമൂഹം തിരിച്ചറിയാണ്, ഇവിടുത്തെ കുട്ടികൾ, വളർന്നു വരുന്ന കുട്ടികൾ. പോളിസി വളരെ വ്യക്തമാണ്, എങ്ങും കൺഫ്യൂഷനില്ല, വളരെ കൃത്യമായിട്ട് എഴുതി വെച്ചിരുന്നു. അപ്പോൾ എന്നിട്ട് ആ മിഷൻ വന്നിരുന്നെങ്കിൽ ദാറ്റ് വുഡ് ഹാവ് ബീൻ ഗ്രേറ്റ്. ഇപ്പോഴും ആ പോളിസി തന്നെയാണ് വെച്ചിരിക്കുന്നത്, അത് നടപ്പാക്കുമെന്നാണ് പറയണത്. ഇനിയിപ്പോൾ അങ്ങനെ വരുമെന്ന് വിചാരിക്കാം.